ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ തന്നെ മതി രാത്രിക്കത്തേക്കെന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നൊരു ദിവസമാണ്. പക്ഷേ വൈശാഖേട്ടനും അച്ഛനൊക്കെ അമ്മമ്മേനെ അമ്മച്ചനെയും വയനാട്ടിലാക്കി വരുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് സ്രാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. മാനന്തവാടിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്രാവ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിക്കണമെന്ന്, അങ്ങനെ വാങ്ങിച്ചു വന്നതാണ്. ഇതിനെ പാൽ സ്രാവ് എന്നിട്ടാണ് പറയാൻ തോന്നുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് നൊസ്റ്റു അടിക്കുന്നത് ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി ഡെയിലി ഇതന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഡെയിലി കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇതിനോടൊരു മടുപ്പ് വരേണ്ടതല്ലേ. പക്ഷേ ഇന്നെ അപേക്ഷിച്ച് എനിക്ക് അതിനോടൊരു മടുപ്പേ വന്നിട്ടില്ല. അപ്പോൾ അതിന്ന് കുറച്ച് കഷ്ണം എടുത്ത് ഞാൻ നന്നായി വറക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ചോറ് കഴിക്കാൻ വിചാരിച്ചാൽ ഞാൻ അത് കഞ്ഞിയിലേക്ക് മാറ്റി. ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു നെസ്റ്റു. അച്ഛന് വേണ്ടിയിട്ട് ഓട്സൊക്കെ അമ്മ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കോഴിമുട്ട പൊരിക്കട്ടെ. അടുപ്പിച്ച് കുറേ ദിവസം, അതും ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ വൈശാട്ടൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. ചേട്ടൻ പറഞ്ഞു എനിക്കിനി ഒരു ഫുഡും വേണ്ട, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു വൈശാട്ടൻ പോയി കിടന്നു. അതുകൊണ്ട് ഏട്ടനും ഫുഡ് വേണ്ട. തുമ്പമ്മയ്ക്ക് ഉള്ളി ഇടാത്ത ഓംലേറ്റാണ് ഇഷ്ടം. അതുപോലെ അല്ലുട്ടനാണെങ്കിൽ ഒരു ഇച്ചിരി ഉള്ളി, പിന്നെ എനിക്കാണെങ്കിൽ ഉള്ളി കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ 3 വിധത്തിൽ അങ്ങോട്ട് പൊരിച്ചെടുത്തു. ഞാൻ പൊതുവേ എങ്ങനെ അറിയോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിറ്റേന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. കഴിയുന്നതും അന്ന് തന്നെ കഴിക്കാൻ നോക്കും. അപ്പോൾ ഇന്ന് എനിക്ക് കഞ്ഞിയും ഇതുപോലെ മീൻ വറുത്തതും കോഴിമുട്ടയും ഒക്കെ ചേർത്തിട്ടൊന്ന് കഴിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉറപ്പായിട്ടും ഇതിൻ്റെ പരിപാടിക്കേ ഞാൻ നിൽക്കില്ല. പക്ഷേ നാളെ ഉറങ്ങി എണീക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷടപടേ തനങ്ങ് തീർക്കണം. അല്ലാതെ പിന്നേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് അടിപൊളി ചൂടോടെ കഞ്ഞിയും കോഴിമുട്ടയും മീൻ പൊരിച്ചതുമാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം. അല്ലുട്ടനും തുമ്പിക്കുള്ള ഫുഡ് എടുത്തിട്ട് അമ്മ നേരത്തെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ വേഗം കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് നന്നായി ഇരുന്ന് അങ്ങോട്ട് കഴിക്കാനിരിക്കുകയാണ്. ഇന്ന് ലാലേട്ടൻ എല്ലാവരും പൊരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ട്രെയിലർ കണ്ടപ്പോൾ പിന്നെ അത് കാണാൻ വല്ലാതെ ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ എപ്പോൾ കഴിക്കാനിരുന്നാലും എൻ്റെ പുത്രി ആപ്പ് ഓടി വരും. അങ്ങനെ അമ്മ സമാധാനത്തിൽ കഴിക്കേണ്ടതെന്ന്. കാരണം അമ്മ അവിടെ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും മാറി കൊടുക്കുന്നുണ്ട്. എന്നാലും ഓക്കെ ഇന്ത്യയിൽ കൈയിട്ടിളക്കിയുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത് ആസ്വദിച്ച് കഴിക്കണം. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ആ സംഭവം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. എവിടെ നിന്നാണെങ്കിലും ഞാൻ ചോറിൽ കൈ കുത്തിയെന്ന് കണ്ട എൻ്റെ മക്കൾ എവിടുന്നാ പാഞ്ഞു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മക്കൾ അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വ്ളോഗർ തുമ്പി ഇപ്പോൾ എപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടാണ് നടക്കുക കേട്ടോ. ഇപ്പോൾ അവളുടെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ഫോണിലല്ല, വായിലാന്ന് മാത്രം. എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ കുത്തി കയറ്റി ചവയ്ക്കും. എന്നിട്ട് അതേപോലെ ഉഴിഞ്ഞവിടെ വെക്കും. എന്നിട്ടോ ഞാനൊരാൾ കഴിച്ചതിനെ ബാക്കി കഴിക്കില്ല എന്ന് പറഞ്ഞ് കല്യാണരാമൻ്റെ ഡയലോഗില്ല, അതാണ് എനിക്ക് ഓർമ്മ വരും. പിന്നെ ആ കുട്ടി അത് തൊട്ട് നോക്കൂല കേട്ടോ. ഇതാണ് തുമ്പീൻ്റെ നോർമലി ഉള്ള പരിപാടി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വേഗം പോയി കിടന്നു. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. 4 പേർക്കും കൂടെ കട്ടിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിലത്ത് വിരിച്ചത്. നിലത്ത് വിരിച്ച് നോക്കുമ്പോൾ മക്കൾ രണ്ടും അച്ഛൻ്റെ അടുത്ത് പോയി കിടന്നു. ഇപ്പം ഞാൻ ആരായി സസി, ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ തുമ്പമ്മനെ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരും കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും കിടന്നു. നല്ല ക്ഷീണമുണ്ട്. ഇനി പോയി ഉറങ്ങട്ടെ മക്കളെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ. അപ്പോൾ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.